കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വെള്ളത്തിൽ കല്ലിടുന്ന കഥയൊക്കെ പറഞ്ഞു. ഒന്നുമില്ല, അനങ്ങാതിരിക്കുന്ന ഒരു വെള്ളത്തിലേക്ക് നമ്മളൊരു കല്ല് കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ പിന്നെ ആ വെള്ളത്തിന് അനങ്ങാതിരിക്കാൻ പറ്റില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പം ഈ എപ്പിസോഡിൽ നമ്മൾ എല്ലയുടെ കഥ തുടങ്ങുകയാണ്. എല്ല ഒരു 10-40 വയസ്സുള്ളൊരു സ്ത്രീയാണ്. കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് 10-25 വർഷമായി. പിന്നെ ഞാൻ ഈ വെള്ളത്തിൻ്റെ കഥ എന്തിനാണ് അവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ, ഏകദേശം ഇതേപോലെയാണ് എല്ലയുടെ ഒരു കഥ വരുന്നത്. 10-40 വർഷമായിട്ട് ആളുടെ ലൈഫിൽ പ്രത്യേകിച്ച് പറയത്തക്ക മാറ്റങ്ങളൊന്നുമില്ല. എല്ലാ ദിവസവും ഏകദേശം ഒരേ റുട്ടീൻസാണ്. എല്ലാ ദിവസവും രാവിലെ എണീക്കും, ഒരു അടിപൊളി നായ്ക്കുട്ടിയുണ്ട്, നായ്ക്കുട്ടിനെയും കൊണ്ട് എല്ലാ ദിവസവും നടക്കാനിറങ്ങും. എന്നിട്ട് പിന്നെ ഫുഡ് ഉണ്ടാക്കും, കുട്ടികളൊക്കെ സ്കൂളിൽ പറഞ്ഞേക്കും. 3 കുട്ടികളാട്ടോ. മൂത്ത കുട്ടി അത്യാവശ്യം കാണാൻ നല്ല ഭംഗിയുള്ളൊരു കുട്ടിയാണ്, കോളേജിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ താഴെ 2 ഇരട്ട കുട്ടികളുണ്ട്. ഹസ്ബൻഡ് ഡോക്ടറാണ്, പല്ലിൻ്റെയൊക്കെ ഡോക്ടറാണ്. അത്യാവശ്യം നല്ലപോലെ സമ്പാദിക്കുന്നുണ്ട്, വലിയൊരു വീടുണ്ട്. എന്ന് മാത്രമല്ല ടൗണിൽ വേറെ സ്ഥലം എടുത്തിട്ട് അവിടെ ബിൽഡിങ്ങും കാര്യങ്ങളും ഉണ്ട്. ജോയിൻ്റ് അക്കൗണ്ടായിട്ട് ഇവർക്ക് 2 പേർക്ക് കൂടി ജോയിൻ്റ് അക്കൗണ്ടിൽ അത്യാവശ്യം നല്ലപോലെ എമൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം പുറമെ നോക്കുന്ന സമയത്ത് ഒരു അറേഞ്ച്ഡ് മാരേജിൻ്റെ ആ ഒരു രൂപത്തിൽ നമ്മൾ നോക്കുമ്പം വളരെ അടിപൊളിയായിട്ടുള്ള, അല്ലെങ്കിൽ അത്യാവശ്യം നല്ല രൂപത്തിൽ കുട്ടികളുടെ ശബ്ദവും കാര്യങ്ങളൊക്കെ ഉള്ള, ഒരു 3 കാറിനൊക്കെ നിർത്തിയിടാൻ പറ്റുന്ന പോർച്ചൊക്കെ ഉള്ള അത്രയും വലിയ വീടും കുട്ടികളും ഹസ്ബൻഡും പൈസയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഐഡിയൽ, എന്താ പറയുക, അറേഞ്ച്ഡ് മാരേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കാണുന്നൊരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു രൂപത്തിലാണ് ആളുണ്ടായിരുന്നത്. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്താ പറയുക, ആളും ആളുടെ ഹസ്ബൻഡും തമ്മിൽ അത്രയും ഇമോഷണലി അറ്റാച്ച്ഡ് അല്ല. അതുപോലെ എന്താ പറയുക, ഒരു പ്രണയത്തിൽ ഉണ്ടാകാവുന്ന കാര്യങ്ങൾ, അതായത് പരസ്പരം ഫോർഗിവ് ചെയ്യുക, അതല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ഇഷ്ടങ്ങളുണ്ടാവുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവർ തമ്മിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പം കുറേ കാലമായിട്ട് എല്ലാം ഇങ്ങനെ ഒരേ റൂട്ടീനിൽ തന്നെയാണ് പോകുന്നത് എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം എല്ലയുടെ മെയിൻ പ്രയോറിറ്റി എന്ന് പറയുന്നത് എപ്പോഴും ഫാമിലിയാണ്, അല്ലെങ്കിൽ കുട്ടികളൊക്കെയാണ്. അപ്പം ഒരു തീരുമാനം എടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ചോയ്സ് ഏത് തിരഞ്ഞെടുക്കും എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവത്തിനെ പ്രയോറിറ്റൈസ് ചെയ്യണമെന്ന് വരികയാണെങ്കിൽ, അതല്ലെങ്കിൽ ഒരു പുതിയ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കണം എന്ന് വരികയാണെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും എല്ലാം തീരുമാനിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ആദ്യം ഫാമിലീനെ പ്രയോറിറ്റൈസ് ചെയ്യും. എന്നിട്ട് ഈ ഫാമിലി ഫിൽറ്ററിൽ ഇറക്കിയിട്ട് ഓക്കെ ഫാമിലിക്ക് ഇതുകൊണ്ട് പ്രശ്നമൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ മാത്രമായിരിക്കും അത് ചൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പം ഇങ്ങനെ എല്ലാ കാര്യങ്ങളും, അവനവൻ്റെ ഇഷ്ടങ്ങൾ, അവനവൻ്റെ സങ്കടങ്ങൾ, അവനവൻ്റെ ചോയ്സുകൾ, ഇങ്ങനെ കരിയർ ആവട്ടെ, ഈവൻ ഒരു എല്ലാ ദിവസവും യൂസ് ചെയ്യുന്ന കോഫി പൗഡർ മാറ്റിയിട്ട് വേറൊരു കോഫി പൗഡർ എടുക്കണമെങ്കിൽ പോലും എല്ലാം എന്ത് ചെയ്യും, ഒരു ഫാമിലി ഫിൽറ്ററിൻ്റെ അകത്ത് കയറ്റി ഇറക്കിയിട്ട് മാത്രമേ എന്താക്കുകയുള്ളൂ, തീരുമാനിക്കുകയുള്ളൂ. ഇതാണ് ഒന്നാമത്തെ വിഷയം. രണ്ടാമതൊരു വിഷയം, ഒന്നും മാറുന്നത് എല്ലയ്ക്ക് ഇഷ്ടമല്ല. മാറുന്നത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ വെറുതെ ഒരു കാര്യം ചോദിക്കട്ടെ. നമ്മളിപ്പം നമ്മുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട് നമ്മളുടെ ബെസ്റ്റി എന്നൊക്കെ പറയില്ലേ, നമ്മളെല്ലാ കാര്യവും ഷെയർ ചെയ്യുന്ന, നമ്മുടെ എല്ലാ കള്ളത്തരങ്ങളും അറിയുന്ന, അങ്ങനെ ഒരു ഫ്രണ്ട് നമുക്കുണ്ടാവില്ലേ? വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കുക, ജസ്റ്റ് ഫോർ എ ഹൊറർ. നമ്മൾ എന്നായിരിക്കും അയാളെ വിട്ടിട്ട് പോകുന്നുണ്ടാവുക, അല്ലെങ്കിൽ എന്നായിരിക്കും അയാൾ നമ്മളും തമ്മിൽ പിരിയുന്നുണ്ടാവുക? ചിലപ്പോൾ അയാൾ കല്യാണം കഴിച്ച് പോവും, അല്ലെങ്കിൽ വേറെ വഴിക്ക് പോവും, അതല്ലെങ്കിൽ അയാൾ കോളേജ് മാറിയിട്ട് പോവും, നമ്മളെ കോളേജ് തീരും, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഇനി പോട്ടെ, ഫ്രണ്ട് വേണ്ട, നമ്മളെ കയ്യിൽ ഇപ്പം നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോണ് നമ്മൾ എന്നായിരിക്കും അത് മാറ്റുന്നുണ്ടാവുക, അല്ലെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പ് അതെന്നായിരിക്കും നമ്മൾ മാറ്റുന്നുണ്ടാവുക, അതല്ലെങ്കിൽ നമ്മളിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനിയിൽ എന്നായിരിക്കും നമ്മൾ റിസൈൻ ഇടുന്നുണ്ടാവുക? എന്നെങ്കിലും ഒരിക്കലും നമ്മൾ ഇതൊക്കെ വിട്ടിട്ട് പോകണ്ടേ? അതൊന്നും അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ റിലേഷൻ ഇത് ഏതെങ്കിലും കാലത്ത് ബ്രേക്ക്. എനിക്കറിയാവുന്ന ഒരു ബിസിനസ് കൺസൾട്ടൻ്റ് ഉണ്ടോ, പുള്ളി ഒരിക്കൽ ഇങ്ങനെ ഒരു സംസാരത്തിനിടയ്ക്ക് പറയുന്ന കേട്ടാണ്, നമ്മുടെ നാട്ടിൽ കുറേ കമ്പനികളുണ്ട്. നമ്മളൊക്കെ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, ഇപ്പം ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആദ്യം തന്നെ പ്രോഫിറ്റ് എങ്ങനെ ഷെയർ ചെയ്യും, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ്, എത്ര ഷെയർ എടുക്കണം, ഞാൻ എത്ര എടുക്കണം, നീ എത്ര എടുക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും. പക്ഷെ ഒരിക്കൽ പോലും എവിടെ വെച്ചാണ് നമ്മൾ പിരിയാൻ പോകുന്നത്,
അല്ലെങ്കിൽ ഏതൊരു പോയിന്റിലാണ് നമ്മൾ പിരിയുന്നുണ്ടാവുക, പിരിയുന്ന സമയത്ത് നമ്മളെ കണ്ടീഷൻസ് എന്തൊക്കെയായിരിക്കും, ഇത് ഒരിക്കലും നമ്മൾ ആലോചിക്കുന്നുണ്ടാവില്ല. അതുകൊണ്ടുള്ള സുഖം എന്താണെന്ന് വെച്ചാൽ ഒരു ബിസിനസ് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പരസ്പരം മിണ്ടാനും സംസാരിക്കാനൊന്നും പറ്റില്ല. ആ റിലേഷൻ അവിടെ കട്ടായിട്ടുണ്ടാവും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നൊരു കാര്യം, നമ്മളൊരിക്കലും ഒരിക്കലും നല്ല മിക്കവാറും ആളുകൾ അല്ലെങ്കിൽ മിക്കവാറും കാര്യങ്ങളിൽ നമ്മൾ ഇതൊക്കെ അവസാനിക്കുന്ന ആലോചിക്കാൻ നമുക്ക് അത്ര ഇഷ്ടമല്ല, നമ്മൾ അങ്ങനെ ആലോചിക്കാറില്ല. അതായത് എല്ലയും ഏകദേശം ഇതേപോലെയൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു എല്ലയ്ക്ക് നല്ലൊരു നായ്ക്കുട്ടി ഉണ്ട്, പറയുമ്പോൾ 12 വയസ്സായിട്ടുണ്ട് അതിന് കേട്ടോ. അപ്പം എല്ലാ ദിവസവും രാവിലെ നടക്കാൻ ഇറങ്ങുമ്പോൾ നായ്ക്കുട്ടീനൊക്കെ ആയിട്ടാണ് ഇറങ്ങുക. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നായ്ക്കുട്ടിക്ക് അത്യാവശ്യം വയസ്സായിട്ടൊക്കെ ഉണ്ട്, കണ്ണ് കാണാതായിട്ടുണ്ട്, ചെവി കേൾക്കാതൊക്കെ ആയിട്ടുണ്ട്, ആൾ അത്യാവശ്യം തടിയൊക്കെ വെച്ചിട്ടുണ്ട്, തീരാനായിട്ടുണ്ട് എന്നൊക്കെ അറിയാമെങ്കിൽ പോലും എല്ലയ്ക്ക് ഇഷ്ടം ഇതൊക്കെ എല്ലാ കാലത്തും ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കാനാണ്. ഇതൊക്കെ തീരുന്നൊരിക്കലും നമ്മളെപ്പോലെ കുറേയൊക്കെ നമ്മളെപ്പോലെ തന്നെ എല്ലയും ചിന്തിക്കാറില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ഒരു വാലൻറ്റൈൻസ് ഡേ ഫെബ്രുവരി 14 ഡോക്ടർ, ഞാൻ നേരത്തെ പറഞ്ഞ ഡോക്ടർ, ഇയാളുടെ ഹസ്ബൻഡ് എന്ത് ചെയ്യാണ്, ഒരു ലവ് ഷേപ്പിലുള്ള ഒരു ലോക്കറ്റ്, ഗോൾഡിൻ്റെ ഒരു ലോക്കറ്റ് ഇയാൾക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കുകയാണ്, എല്ലക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ ഒരു കാർഡും കൂടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് എഴുതിയിട്ടുള്ളത് ഇങ്ങനെയാണ്: പ്രിയപ്പെട്ട എല്ലയ്ക്ക്, നീ ഭയങ്കര ഉദാരവതിയാണ്, നീ ഭയങ്കര ക്ഷമാശീലമുള്ളൊരു പെണ്ണാണ്, എന്നെ ഞാനായിട്ട് അംഗീകരിച്ചതിന് ഒരുപാട് നന്ദി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാർഡ് കൂടി ഇതിൻ്റെ കൂടെ വെക്കുകയാണ്. എല്ലാം ഇത് വായിച്ച സമയത്ത് സത്യം പറഞ്ഞാൽ എല്ലയ്ക്ക് സങ്കടമാണ് വന്നത്. ഞാൻ ഇങ്ങനെ ആണോ എന്നുള്ളതല്ല ചിന്തിച്ചത്, ഇത്രയൊക്കെ ഉള്ളൂ ഞാൻ. ഇപ്പോൾ സപ്പോസ് ഞാൻ നാളെ മരിച്ചു പോയി കഴിഞ്ഞാൽ ഇവരെന്നെപ്പറ്റി ഇങ്ങനെയൊക്കെ ആയിരിക്കുമോ പറയുക? ഞാൻ ഭയങ്കര പാവമായിരുന്നു, ഞാൻ ഭയങ്കര ക്ഷമയുള്ളായിരുന്നു, എന്ത് സിറ്റുവേഷൻ വന്നാലും ഞാൻ അങ്ങനെ ഭയങ്കര ഓവറായിട്ട് റിയാക്ട് ചെയ്യുന്ന ആളല്ല, ഞാൻ ഭയങ്കര പാവം കുട്ടിയായിരുന്നു, ഭയങ്കര അടങ്ങി ഒതുങ്ങി ഇങ്ങനെ നിൽക്കുന്നൊരു കുട്ടിയായിരുന്നു, അങ്ങനെയൊക്കെ ആയിരിക്കുമോ ചിലപ്പം പറയാം. ഇനി കുറച്ചുകൂടി ഓർക്കൊരു ഇതുണ്ടെങ്കിൽ ഓരിങ്ങനെയും കൂടെ പറയും, ഫാമിലിനോട് ഭയങ്കര കമ്മിറ്റ്മെൻ്റ് ഉള്ള ആളായതുകൊണ്ട് പെട്ടെന്നുള്ള എല്ലാ ചേഞ്ചുകളും ആൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ആളങ്ങനെ കാര്യങ്ങളൊന്നും പെട്ടെന്ന് ചേഞ്ചാക്കാത്ത ആളാണ്, അങ്ങനെയൊക്കെ പറയുമായിരിക്കും എന്നൊക്കെ ആലോചിക്കാൻ തുടങ്ങി. അപ്പം ശരിക്ക് അത്രയും സ്നേഹത്തിലാണെന്ന് നമുക്ക് തോന്നുന്ന രൂപത്തിൽ ഹസ്ബൻഡ് കൊടുത്തൊരു കാർഡ് വായിച്ചപ്പോൾ എല്ലയ്ക്ക് സങ്കടമാണ് വരുന്നത്. ആക്ച്വലി ഞാൻ ഇങ്ങനെയൊക്കെയാണോ, ഇത്രയൊക്കെ ഉള്ളൂ ഞാൻ എന്നുള്ളൊരു തോട്ട് വരാൻ തുടങ്ങി. പക്ഷേ ഒരു 10-25 വർഷം കഴിഞ്ഞപ്പോൾ അത്രയും സുന്ദരമായിട്ട് നമുക്ക് പുറമെന്ന് പറയാൻ പറ്റുന്ന ഒരു ഐഡിയൽ, എന്ത് അടിപൊളിയായിട്ടാണ് ഓല് ജീവിച്ചത്, എത്ര അടിപൊളിയായിട്ടാണ് ഓല് ജീവിച്ചതെന്ന് പുറമെന്ന് നമുക്ക് അമ്മായിയായിട്ട് തോന്നുന്ന ആ ഒരു ലൈഫ് ശരിക്കും പറഞ്ഞാൽ 10-25 വർഷത്തിൻ്റെ ശേഷം ആൾ ഡിവോഴ്സ് ചെയ്ത് ഇറങ്ങുകയാണ്. എന്താ കാരണം എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ടുള്ളൊരു കാരണം പറയാൻ എല്ലയ്ക്ക് പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ അതിനൊരു കാരണം ഉണ്ടായിരുന്നു. സംഭവിച്ച കാര്യം വേറെ എന്തോ അല്ല, ഒരു പ്രണയം ഉണ്ടായി എന്നുള്ളതാണ്. 40-ാം വയസ്സിലെ ഒരു പ്രണയം ഉണ്ടായി. 3 മക്കളുടെ അമ്മയാണ്. അടിപൊളിയായിട്ടുള്ള ലൈഫ് എന്ന് നമ്മൾ പറയുന്നൊരു ലൈഫ് നയിക്കുന്ന ആളാണ്. ആൾക്ക് 40-ാം വയസ്സിലൊരു പ്രണയം ഉണ്ടാവുകയാണ്. ഈ ബുദ്ധി സ്നേഹം അല്ലെങ്കിൽ ലോജിക്ക് പ്രണയം, ഇത് രണ്ട് കാര്യങ്ങളാണ്. ലോജിക്ക് എപ്പോഴും നമ്മളെ പല സ്ഥലങ്ങളിലും കെട്ടിയിടും, അതുകൊണ്ട് തന്നെ നമ്മൾ സേഫായിരിക്കും. ലോജിക്ക് കാരണം നമ്മൾ പോയിട്ട് അപകടത്തിൽ പോയിട്ട് ചാടില്ല. ഓക്കെ, പക്ഷേ ഈ പ്രണയം എന്ന് പറയുന്ന സാധനം നമ്മളങ്ങനെ എല്ലായിടത്തും കെട്ടിയിടില്ല, നമ്മളെ എല്ലാ കെട്ടും പൊട്ടിച്ചുകൊണ്ടേയിരിക്കും പ്രണയം എന്ന് പറയുന്ന സാധനം. പക്ഷേ അതേസമയം അത് അപകടമായിരിക്കും. മനസ്സിലായില്ലേ അല്ലേ? ഒന്നുകൂടി പറഞ്ഞുതരാം. അതായത് നമ്മൾ ഇപ്പം ഒരു കല്യാണം ആലോചിക്കുകയാണെന്ന് വിചാരിക്കാം. കല്യാണം ആലോചിക്കുന്ന സമയത്ത് ഒരു അറേഞ്ച്ഡ് മാരേജിനെ പറ്റി നമ്മൾ എങ്ങനെയായിരിക്കും ആലോചിക്കുക? നമ്മൾ ഭയങ്കര ലോജിക്കലി ആലോചിക്കും. അവിടെ കുടുംബം എങ്ങനെയാണ്, നമ്മുടെ കരിയറും അവരുടെ കരിയറും തമ്മിൽ ഒത്തുപോകുമോ, 5 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കുടുംബത്തിൻ്റെ അവസ്ഥ എന്താവും, എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ എന്താവും, ഫാമിലി പ്ലാൻ എങ്ങനെ വർക്ക് ചെയ്യും, എവിടെയാണ് നമ്മൾ വീടുണ്ടാക്കുക, അവിടെ വീടുണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വരാൻ പറ്റുമോ, ഇങ്ങനെ തുടങ്ങി ഈ കാര്യങ്ങളെ മൊത്തം നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് നമ്മുടെ ബുദ്ധി വെച്ച് അനലൈസ് ചെയ്തിട്ടായിരിക്കും നമ്മളൊരു അറേഞ്ച്ഡ് മാരേജിലേക്കൊക്കെ പോയിട്ട് ചാടുന്നുണ്ടാവുക.
പക്ഷെ പ്രണയത്തിൻ്റെ കാര്യത്തിലാണെങ്കിലോ ഫെല്ലിൻ ലവ് എന്നാണ് പറയുക, പ്രണയത്തിൽ പോയി വീഴുക എന്നാണ് പറയുക. എവിടെയാണ് നമ്മൾ പോയി വീഴുക എന്ന് നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല. നമ്മുടെ വൈബുള്ള ആളായിക്കൊള്ളുന്നില്ല, നമ്മുടെ കരിയറുമായിട്ട് ഒത്തുപോയിക്കൊള്ളുന്നില്ല, നമ്മുടെ കുടുംബമായിട്ട് ഒത്തുപോയിക്കൊള്ളുന്നില്ല. ചിലപ്പം എപ്പോഴേലും ബോധം വെക്കുമ്പോൾ നമ്മൾ തന്നെ ആലോചിക്കും, ഏത് സമയത്താണാവോ ഞാൻ ഇയാളെടുത്ത് കൊണ്ടുപോയി പെട്ടുപോയത് എന്ന് ആലോചിക്കും. പ്രണയം എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ എല്ലാ കെട്ടുകളും പൊട്ടിക്കും, അതേസമയം അത് ഭയങ്കര അഡ്വഞ്ചറസ് ആണ്, നമ്മളെ കൊണ്ടുപോയി അപകടത്തിൽ ചാടിക്കുകയും ചെയ്യും. പ്രണയത്തെക്കുറിച്ച് നമ്മൾ പൊതുവേ കേൾക്കുന്നൊരു ക്ലീശേ സാധനം അതാണ്, പ്രണയത്തിന് കണ്ണില്ല മൂക്കില്ല ഒന്നുമില്ല. അപ്പം ഏത് സമയം എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് അടിച്ചു വീഴാനുള്ള നല്ല ചാൻസും ഉണ്ട്.